ഇവരെത്ര സ്റ്റേറ്റിൽ ഭരിക്കുന്നുണ്ട്? അവിടെ ഈ സംഭവം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് അതിദരിദ്രമുക്തി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും വാർത്ത വായിച്ചതിൽ മധു ഉണ്ടായിരുന്നല്ലോ അല്ലെ? ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഓഫീസ് അവിടെ വിക്കാട്ടിരിക്കുക, എലികളും ആളുകളും കയറിയിട്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി മേടിച്ചോ. അവിടെ ഇല്ല സാർ, നോട്ടയ്ക്ക് പുറകിലാണ് സാർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ തത്വം, നിങ്ങളുടെ ആദർശം, നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇന്ത്യ നിങ്ങൾക്ക് ഭരിക്കാമായിരുന്നില്ലേ? എന്താ സാർ കാലം ഇത്രയായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ സാധിക്കാത്തത്? ആശയങ്ങൾ അറബിക്കടലിലേക്ക് എറിഞ്ഞു സാർ ജനങ്ങൾ. നിങ്ങളെ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട സാർ. അതുകൊണ്ടാണ് ബീഹാറിൽ പോയത് സാർ. നിങ്ങൾ ഹരിയാനയിൽ വന്നോ? ബീഹാറിലുണ്ടോ? ഡൽഹിയിലുണ്ടോ? മധ്യപ്രദേശിലുണ്ടോ? രാജസ്ഥാനിലുണ്ടോ? പറയൂ സാർ, പറയൂ സാർ. ഒരു മിനിറ്റ് ഉല്ലാസൻ, അതല്ല ചോദ്യം. അതുകൊണ്ടാണ് വർഗീയ രാഷ്ട്രീയ സംവിധാനമായിട്ടുള്ള PDP ഒരു കാലഘട്ടത്തിൽ ഒക്കത്തെടുത്ത് വെച്ചത്. അതല്ല ചോദ്യം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരിക്കുന്നിടത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇല്ലാത്തത്? നമുക്ക് അതിനകത്ത് ഒരു 5 മിനിറ്റ് എനിക്ക് തരുമോ? ഇല്ല, 5 മിനിറ്റ് തരാൻ പറ്റില്ല. 2 മിനിറ്റ് തരാമോ? 2 മിനിറ്റ് തരാമോ? ബീഹാർ പോലെയുള്ള ഏറ്റവും പിന്നോക്കമുണ്ടായിരുന്ന സംവിധാനത്തിൽ, അവിടെ കാർഷിക വിപ്ലവത്തിന്റെ അടിസ്ഥാനത്തിൽ, അവിടെ ഇൻഡസ്ട്രിയൽ വിപ്ലവത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ജനങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അധികാരത്തിൽ BJP ഏറ്റിയല്ലോ. ഇവരുടെ CPM ഉണ്ടായിരുന്നല്ലോ. ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ആ മാറ്റങ്ങൾ RJD-യുടെ കൂടെ ഇതേ കോൺഗ്രസ് കൂടി, അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി ഇന്ത്യ മഹാരാജ്യത്തെ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ 3-ാം തവണയും ഇങ്ങനെ സ്വന്തം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തല്ല ജയിക്കുന്നത്.